ഇപ്പോൾ ഒരു വലിയ എക്സ്ക്ലൂസീവ് വാർത്ത വരാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ ചില നേതാക്കന്മാരുടെയൊക്കെ നെഞ്ചടിച്ചു. ഇനി ആരുടെ ഫോട്ടോയാണ് വരാൻ പോകുന്നത് എന്നൊരു ടെൻഷനിലാണ് പല നേതാക്കളും. ടെൻഷൻ അടിക്കണ്ട, ചില കാര്യങ്ങളുണ്ട്, പുറത്തു വരും. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുൻ മന്ത്രി VS ശിവകുമാറിന് ക്ലീൻ ചിറ്റ് നൽകി വിജിലൻസ്. ശിവകുമാർ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചിട്ടില്ലെന്നാണ് കണ്ടെത്തൽ. വരുമാനവും ഭാര്യയുടെ സ്വത്തും മാത്രമാണുള്ളതെന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. 3 സുഹൃത്തുക്കൾ ശിവകുമാർ മന്ത്രിയായിരുന്ന കാലത്ത് സ്വത്തുണ്ടാക്കിയെന്നും ഇവർക്കെതിരെ ആദായനികുതി വകുപ്പിന്റെ അന്വേഷണം വേണമെന്നും വിജിലൻസ് റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. റിപ്പോർട്ട് വിജിലൻസ് സർക്കാരിന് സമർപ്പിച്ചു. ഹരിമോഹൻ, ആ റിപ്പോർട്ട് വല്ലാത്തൊരു റിപ്പോർട്ടായിട്ടോ. കാരണം ഈ നമ്മുടെ ശിവകുമാറിന്റെ സുഹൃത്തുക്കൾ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ട്, പക്ഷേ ശിവകുമാർ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചിട്ടില്ല എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഇതാണോ ബിനാമി എന്നൊക്കെ പറയുന്നത്? അങ്ങനെ വല്ലതും ആണോ വിജിലൻസ് സംശയിക്കുന്നത്? ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണം ശിവകുമാറിന്റെ സുഹൃത്തുക്കൾക്കെതിരെ വേണം, പക്ഷേ ശിവകുമാറാണെങ്കിൽ വലിയ രീതിയിൽ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചിട്ടുമില്ല എന്നാണ് കണ്ടെത്തുന്നത്. അല്ലേ? ഒരു രസകരമായ റിപ്പോർട്ടാണ് അല്ലേ ഹരി? അരുൺ, തീർച്ചയായിട്ടും ഒരു വിചിത്രമായ റിപ്പോർട്ട് തന്നെയാണ്. കാരണം ഇത് 2020, അതായത് ഒരു 6 വർഷം മുമ്പ് രജിസ്റ്റർ ചെയ്ത കേസാണ്. ഈ 2011 മുതൽ 2016 വരെയുള്ള കാലയളവിൽ ആരോഗ്യമന്ത്രിയായിരിക്കെ VS ശിവകുമാർ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു എന്നുള്ള പരാതിന്മേലാണ് വിജിലൻസ് അന്ന് ഒരു FIR ഇട്ടത്. ആ FIR-നകത്ത് 1ാമത്തെ പ്രതി VS ശിവകുമാറായിരുന്നു. ബാക്കി 3 പേരുമാണ് ഈ പറയുന്ന അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചുവെന്ന് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ള ആളുകൾ. പക്ഷേ ശിവകുമാറിൻ്റേത് അനധികൃത സ്വത്ത് സമ്പാദനമല്ല, മറിച്ച് മന്ത്രിയായിരുന്ന ആളാണ്, MLA ആയി നിരവധി വട്ടം തെരഞ്ഞെടുക്കപ്പെട്ട ആളാണ്. ഇയാൾക്ക് ശമ്പളമുണ്ട്, ആനുകൂല്യങ്ങളുണ്ട്, ഭാര്യയുടെ സ്വത്തുവകകളുണ്ട്. ഇതെല്ലാം കൂടി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ വിജിലൻസ് പറയുന്നത് അനധികൃതമായി ഒരു തരത്തിലും സ്വത്ത് സമ്പാദിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതായത് ശിവകുമാറിന്റെ പേരിലുള്ള സ്വത്തുക്കളും ഭാര്യയുടെ പേരിലുള്ള സ്വത്തുക്കളും അത് രണ്ടും സംബന്ധിച്ച് അന്വേഷിച്ചപ്പോൾ ശിവകുമാറിന് അതിന്റെ സ്രോതസ് കാണിക്കാൻ പറ്റി എന്നുള്ളതാണ്. പക്ഷെ അതേസമയം തന്നെ മറ്റു 3 പേരുണ്ട്. അതായത് ശിവകുമാറിന്റെ ഡ്രൈവറായിട്ടുള്ള ഷൈജു ഹരൻ, ഒപ്പം സുഹൃത്തുക്കളായിട്ടുള്ള രാജേന്ദ്രൻ, ഒപ്പം ഹരികുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം അഭിഭാഷകനാണ്. ഈ 3 പേരും അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ കേസിന്റെ തുടക്കത്തിൽ, അന്വേഷണത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞിരുന്നത് ഈ രാജേന്ദ്രനെ ബിനാമിയാക്കിക്കൊണ്ട് ശിവകുമാർ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു എന്നുള്ളതായിരുന്നു. പക്ഷെ അന്വേഷണത്തിന്റെ അവസാന റിപ്പോർട്ട് വന്നപ്പോൾ, അത് സർക്കാരിന് സമർപ്പിച്ചപ്പോൾ വിജിലൻസ് പറയുന്നത് ശിവകുമാർ ക്ലീനാണ്, കൂടെ ഉണ്ടായിരുന്ന ഈ 3 പേരാണ് പ്രശ്നക്കാർ എന്നുള്ളതാണ്. അതായത് ഇവർക്ക് 1 കോടിയിലധികം രൂപയുടെ സ്വത്തുക്കൾ, പ്രത്യേകിച്ച് രാജേന്ദ്രന് അത്തരത്തിൽ സ്വത്തുണ്ട്. ഇയാൾ ഒരു സൊസൈറ്റി തിരുവനന്തപുരത്ത് നടത്തി, അത് പൊട്ടിപ്പൊളിഞ്ഞ് അവസാനം ഈ നിക്ഷേപകരൊക്കെ വലിയ രീതിയിൽ സമരം VS ശിവകുമാറിന്റെ വീടിന്റെ ഫ്രണ്ടിൽ മുൻപിൽ നടത്തിയിട്ടുള്ളതാണ്. അത് നമ്മൾ കണ്ടതുമാണ്. അതായത് ശിവകുമാർ പറഞ്ഞിട്ടാണ് അവിടെ നിക്ഷേപം ഇട്ടത് എന്ന് തുടങ്ങി ഒരുപാട് അധികം ആരോപണങ്ങൾ അന്ന് നിക്ഷേപകർ ഉയർത്തിയതാണ്. അപ്പോൾ ഈ രാജേന്ദ്രൻ, അതേസമയം ശിവകുമാറിന് ഈ സൊസൈറ്റിയിൽ പങ്കില്ല, പക്ഷേ രാജേന്ദ്രൻ 1 കോടിയിലധികം രൂപയുടെ അനധികൃത സ്വത്ത് സമ്പാദനം നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ഇപ്പോൾ വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നു. അതുകൂടാതെ ഈ ഡ്രൈവർ, അയാൾക്കുള്ള ഈ വാർഷിക വരുമാനം ഏകദേശം ഒരു 4 ലക്ഷത്തോളം രൂപ, ഒരു താൽക്കാലിക ഡ്രൈവറാണ്, 4 ലക്ഷത്തോളം രൂപയാണ് വാർഷിക വരുമാനമായിട്ട് അക്കാലത്ത് ഉണ്ടായിരുന്നത്. പക്ഷേ ഒരു 26 ലക്ഷം രൂപയോളം ഇയാൾ അനധികൃതമായി സമ്പാദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വിജിലൻസ് ഇപ്പോൾ പറയുന്നത്. ഒപ്പം തന്നെ സുഹൃത്തായിട്ടുള്ള ഈ ഹരികുമാർ, ആ ഹരികുമാറും അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം ഈ 2011 മെയ് 18 മുതൽ 2011 മെയ് 18 മുതൽ 2016 മെയ് 20 വരെയുള്ള കാലയളവ്, അതായത് ശിവകുമാർ ആരോഗ്യമന്ത്രിയായിരുന്ന കാലയളവിലാണ് ഇവരെല്ലാം ഈ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചിട്ടുള്ളത് എന്ന് വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ശിവകുമാറിന് ഇതിനകത്തൊന്നും പങ്കില്ല. അതേസമയം തന്നെ ഇതിൽ വിശദമായ ഒരു ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണം കൂടി വേണമെന്നുള്ള ഒരു ശുപാർശ വിജിലൻസിന്റേതായിട്ട് ഇപ്പോൾ സർക്കാരിലേക്ക് ചെന്നിട്ടുണ്ട്. സർക്കാർ ഇനിയിപ്പോൾ അക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കണം. അതിനുശേഷമായിരിക്കും തുടർ നടപടി. എന്തായാലും ഇത് സംബന്ധിച്ച് ഒരു അന്തിമ റിപ്പോർട്ട് തന്നെയാണ് ഇതെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇനി കൂടുതൽ അന്വേഷണത്തിന് ഇതിൽ സാധ്യതയില്ല എന്ന് കൂടി വിജിലൻസ് അറിയിച്ചിട്ടുണ്ട്. അരുൺ, ഓക്കെ, താങ്ക് യു ഹരി. അത് കൊള്ളാം. VS ശിവകുമാറിനെ സംബന്ധിച്ച് അല്പം ആശ്വാസം. VS ശിവകുമാർ അനധികൃതമായി സ്വത്തൊന്നും സമ്പാദിച്ചിട്ടില്ല. പക്ഷേ VS ശിവകുമാറിന്റെ സുഹൃത്തുക്കളായിട്ട് നിന്ന 3 പേർക്ക് അനധികൃതമായിട്ട് അഥവാ വരവിൽ കവിഞ്ഞ സ്വത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ആദായ നികുതി വകുപ്പ് പരിശോധിക്കണം എന്നുള്ളതാണ് നമ്മൾ വിജിലൻസിന്റെ റിപ്പോർട്ടിൽ കാണുന്നത്.